Yesterday, we had a detailed brief on the successful joint operations that were carried out to destroy the terror infrastructure in Pakistan-occupied Jammu and Kashmir, as well as in Pakistan itself. We also iterated that our fight was with terrorists and their support infrastructure and not with Pakistan military. However, it is a pity that the Pakistan military chose to intervene and bat for the terrorist, which compelled us to respond in kind. പാകിസ്ഥാനോടല്ല ഭീകരരോടായിരുന്നു തങ്ങളുടെ യുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നു സൈന്യം. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ അപ്ഡേറ്റുകൾ എന്നതിലുപരി ഭാരതത്തിന്റെ നിലപാട് വളരെ ശക്തമായി സൈന്യം പറഞ്ഞിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനോടായിരുന്നില്ല ഈ യുദ്ധം നടത്തിയത് മുഴുവൻ ഭീകരരോടായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിലടക്കം, അല്ലെങ്കിൽ കാണ്ഡഹാർ വിമാനറാഞ്ചലിന് പിന്നിലെയും പുൽവാമ ആക്രമണത്തിന് പിന്നിലെയും ഭീകരരെ വകവരുത്തിയതായി കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു അഭിമാന നേട്ടമായി സൈന്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും സൈന്യം പറഞ്ഞിരിക്കുന്നത് ഭീകരതയ്ക്കെതിരെയാണ് ഈ പോരാട്ടം നടത്തിയത്, പാകിസ്ഥാനെതിരെയല്ല എന്ന ഉറച്ച നിലപാടിലാണ്. അത് ഭാരതത്തിന്റെ കൂടി നിലപാടാണല്ലോ. പാകിസ്ഥാൻ അല്ല ശത്രു, ഭീകരരാണ് ശത്രു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് സൈന്യം. ദേവിക, ഇന്നിപ്പോൾ സൈന്യത്തിന്റെ രണ്ടാമത്തെ വാർത്താ സമ്മേളനമാണ് ഇന്ന് നടന്നത്. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിന്റെ കൂടുതൽ തെളിവുകൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സൈന്യം പുറത്തുവിട്ടു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിനോട് ചേർന്നുള്ള, അവരുടെ തലസ്ഥാന നഗരിയോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ എയർബേസായ നൂർഖാൻ എയർബേസിൽ ഭാരതത്തിന്റെ മിസൈലുകൾ പതിക്കുന്നതിന്റെയും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എയർബേസായ രാജസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള എയർബേസായ റഹീംയാർ ഖാൻ എയർബേസ് ഭാരതം ആക്രമിക്കുന്നതിന്റെയും ദൃശ്യങ്ങളും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. അതുകൂടാതെ ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം മികച്ച രീതിയിലാണ് ഈ ഏറ്റുമുട്ടൽ പ്രവർത്തിച്ചത് എന്ന കാര്യം പ്രത്യേകം സൈന്യം വ്യക്തമാക്കി. പ്രത്യേകിച്ച് ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച DRDOയുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ആകാശ് പ്രതിരോധ സംവിധാനവും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്ത S-400 സുദർശന ചക്ര പോലെയുള്ള മിസൈലുകൾ എങ്ങനെയാണ് പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചത് എന്നതിനെപ്പറ്റി കൃത്യമായി ഇന്ന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് സൈന്യം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെയാണ് ഭാരതത്തിന്റെ പോരാട്ടമെന്നും അല്ലാതെ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കെതിരെയോ അവിടുത്തെ പട്ടാളത്തിനെതിരെയോ അല്ല സൈനിക നടപടി നടത്തിയത് എന്ന കാര്യം കൂടി ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിനകത്ത് സൈന്യം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സൈന്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിരവധി തെളിവുകൾ പുറത്തുവിട്ടതാണ്. എന്നാൽ ഇന്നിപ്പോൾ വ്യോമതാവളങ്ങൾ അവരുടേത് ആക്രമിക്കുന്നതിന്റെ വരെ ദൃശ്യങ്ങളും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലാണ് സൈന്യം പുറത്തുവിട്ടത്. അതോടൊപ്പം കറാച്ചി ആക്രമിച്ചു എന്ന കാര്യം കൂടി സൈന്യം ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഇസ്ലാമാബാദിലും ലാഹോറിലും ഒക്കെ ഭാരതത്തിന്റെ പ്രത്യാക്രമണങ്ങൾ നടന്ന കാര്യം സൈന്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന നഗരമായിട്ടുള്ള അവരുടെ വാണിജ്യ തലസ്ഥാനമായിട്ടുള്ള കറാച്ചിയിലും ഭാരതത്തിന്റെ പ്രത്യാക്രമണം നടന്നു എന്ന കാര്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദേവിക.